പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. കാരണം നമ്മുടെ കാർഡ് മെത്തേഡ് എന്ന ആ ടെക്നിക്സ് എഫക്റ്റീവായി ഒരാഴ്ച കൊണ്ട് ഒരുപാട് ആളുകൾക്ക് വലിയ റിസൾട്ട് ഉണ്ടായി. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള അശ്വതി ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ അശ്വതി ഓരോ ദിവസവും ചെയ്ത വർക്കുകളുടെ ഫോട്ടോസ് അടക്കം എടുത്ത് നമുക്ക് അയച്ചു. 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു മാറ്റം, അതിനെപ്പറ്റിയുള്ള അവരൊരു ഓഡിയോ മെസ്സേജും കൂടി നമുക്ക് അയച്ചിരുന്നു. ആ മെസ്സേജ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ലൈഫിൽ ഏതൊരാൾക്കും മാറ്റം വരുത്താൻ പറ്റും. ഈ ലോക്ക്ഡൗൺ ടൈമിലും നിരാശരായി നമ്മളെ പ്രശ്നങ്ങളിൽ കേട്ട് നിൽക്കാതെ ചെയ്തു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ അനക്കം, വലിയ മാറ്റങ്ങളല്ല പറഞ്ഞത്. നമുക്കൊരു ചിന്തയുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും വലിയ മാറ്റങ്ങൾ വരികയെന്ന്. അല്ല, ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്യാൻ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരാൻ പോകും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അശ്വതി. അശ്വതിയുടെ വോയിസ് നിങ്ങൾ കേൾക്കുക. കേട്ടതിന് ശേഷം ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. സൂര്യധനീഷ് സാറ് പറഞ്ഞു തന്ന 1 മണിക്കൂർ പോലും വേസ്റ്റ് ചെയ്യാതെ നമ്മളെ പഠനം വളരെ ഈസി ആക്കാനും അതുപോലെ തന്നെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡിന്റെ ഫീഡ്ബാക്ക് പറയാനാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഒരു 9 മണി വരെയുള്ള, രാത്രി 9 മണി വരെയുള്ള മണിക്കൂറുകളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതി പ്രാക്ടീസ് ചെയ്യാനായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റത് മുതൽ ഒരു 15 മണിക്കൂർ 15 മണിക്കൂറൊന്നും എനിക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരാഴ്ചക്കാലമായി ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. ഞാനൊക്കിപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു 9 മണിക്കൂറുകൾ മാത്രമേ ഞാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. 1 മണിക്കൂറിൽ 3 ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരു പേപ്പറിൻ്റെ പിറകുവശത്ത്. പിറ്റത്തെ 1 മണിക്കൂറിൽ അടുത്ത 3 ചോദ്യം, അതിൻ്റെ ഉത്തരം. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ തൊട്ട് മുന്നത്തെ മണിക്കൂറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. ആദ്യ നാളുകളിൽ ആദ്യത്തെ 1-2 ദിവസം എനിക്ക് 15 മണിക്കൂറൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 9 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ലാഗ് ചെയ്തിട്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 2 ദിവസം ഇത് ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. 1 മണിക്കൂർ പോലും ലാഗ് ചെയ്യാനേ തോന്നില്ല. ഇല്ലെങ്കിൽ പിന്നത്തേക്ക് വെക്കാം എന്നൊരു ചിന്തയേ വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ 1 മണിക്കൂറിൽ 3 ചോദ്യങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വല്ലാത്ത മാനസിക പ്രയാസം അനുഭവിക്കുന്നത് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അങ്ങനെ ഞാൻ സാറ് പറഞ്ഞിട്ട് ഒരാഴ്ചക്കാലമായി ഞാൻ ഈ രീതി ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ മൈൻഡിലേക്ക് വരുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം മറന്നുപോയാലും നമ്മളെ കൂടെ ബ്രില്യൻറ്റ് TV ഉണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ഈ PSC പഠനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ വീട്ടുകാരും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒന്നും ഉണ്ടായിന്ന് വരില്ല. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളോട് പഠിക്കുകയെന്ന് പറയാൻ വേണ്ടിയിട്ടും വീട്ടുകാരുണ്ടാവുമായിരുന്നു. പക്ഷേ PSC പഠിക്കുന്ന സമയത്ത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അത്തരം ഒരു സാഹചര്യം കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ബ്രില്യൻറ്റ് TVയോട് ഒത്തു പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ ബ്രില്യൻറ്റ് TV ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഭയങ്കര കോൺഫിഡൻസ് ലെവല് കൂട്ടുന്ന രീതിയിലുള്ളതാണ് ബ്രില്യൻറ്റ് TVയുടെ ഓരോ ക്ലാസ്സും. മോട്ടിവേഷൻ ക്ലാസ് ആയാലും PSC ക്ലാസ്സുകളായാലും മോക്ക് ടെസ്റ്റുകളായാലും വളരെ വളരെ ഉപകാരപ്രദമാണ്. താങ്ക് യു ബ്രില്യൻറ്റ് TV. അപ്പോൾ നിങ്ങൾ അശ്വതിയുടെ വോയിസ് കേട്ടല്ലോ. അശ്വതിക്ക് എന്തുകൊണ്ടാണ് ലൈഫിൽ ഈ ചേഞ്ചസ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒറ്റയൊരു കാര്യമുള്ളൂ, അശ്വതി അത് കാര്യം കൃത്യമായി ചെയ്തു, കൺസിസ്റ്റൻ്റായി ചെയ്തു. 1 മണിക്കൂറിൽ വെറും 3 ചോദ്യം പഠിക്കാമെന്ന് പറഞ്ഞാൽ ഏതൊരു കൊച്ചുകുട്ടിക്കും എത്ര തിരക്കുള്ള ആൾക്കും പറയാൻ പറ്റും. നിങ്ങൾ ഏത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, വെറും 3 ചോദ്യം 1 മണിക്കൂറിൽ പഠിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് നോക്കി ആ 3 ചോദ്യം പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എഫക്റ്റീവ്ലി അതിൻ്റെ ഒരു കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയും കൂടി ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആ കാർഡ് മെത്തേഡ് പ്രോപ്പറായി ഉപയോഗിക്കുന്ന സമയത്ത് 1 വീക്കിൽ, അശ്വതി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്,
അശ്വതി കുറേ സുഹൃത്തുക്കളുണ്ട്, അവർ വളരെ ഫാസ്റ്റായിട്ട് എക്സാം എഴുതും. നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ അതിവേഗതയിൽ എക്സാം എഴുതി ഗ്രൂപ്പിൽ റിസൾട്ട് അയക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇവരിത് കൃത്യമായി ആ സമയത്ത് നോക്കുന്നത് കൊണ്ട് പെട്ടെന്ന് എക്സാം മോക്ക് ടെസ്റ്റ് വീക്കെൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല, എത്ര ഈസിയാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കുത്തിയിരുന്ന് പഠിക്കരുത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കുത്തിയിരുന്ന് പഠിക്കരുത് എന്നാണ്. എല്ലാവരും കുത്തിയിരുന്ന് പഠിക്കാനാണ് പറയുന്നത്, പഠിക്കരുത്. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആ ജോലി ചെയ്യുക, അതിൻ്റെ ഇടയിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ കാർഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. ഒരു 2 മിനിറ്റ് നോക്കുക. 1 മണിക്കൂറിനിടയിൽ ഒരു 2 മിനിറ്റ് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരിക്കലുമല്ല. പക്ഷേ അങ്ങനെ ഓരോ മണിക്കൂറിലും ഒരു 2-3 മിനിറ്റ് വീതം അങ്ങനെ ഇടയ്ക്ക് നോക്കുകയും ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിലേക്ക് നിൽക്കുകയാണ്, ലോങ് ടൈം മെമ്മറിയിലേക്ക് ഇത് മാറുകയാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അടുത്തുള്ള ആ ക്ലിപ്പ് ചെയ്ത് വെച്ച പേപ്പേഴ്സ് ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അത്രയും എഫക്റ്റീവാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, അതാണ് ഈ സുഹൃത്ത് ഇപ്പം നമ്മൾ വോയിസ് ആയി കേട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ പറയുന്ന സിസ്റ്റം കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ മെത്തേഡിനെ പറ്റി അറിയിക്കുക. കാരണം ഇപ്പോഴും ഈ മെത്തേഡ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ ട്രെയിനിങ് രീതികളെ പറ്റി അറിയാത്തവരുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഈ കാര്യങ്ങൾ എത്തിക്കുക. വീണ്ടും ഈ പുതിയതായി വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് വേണ്ടി ഈ കാർഡ് സിസ്റ്റം, കാർഡ് മെത്തേഡുകളൊക്കെ പറ്റിയൊക്കെ ഞാൻ വീണ്ടും ഒരു ഓഡിയോ നൽകുന്നതായിരിക്കും. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് വിവരം അറിയിക്കുക. നമ്മുടെ കസ്റ്റമർ കെയർ ആയിട്ടുള്ള 99955847 ഈ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് നമ്മുടെ കോഴ്സിൻ്റെ വിവരങ്ങൾ പറയാം. വെറും 100 രൂപ മാത്രമേ ഉള്ളൂ നമ്മളൊരു മാസം ചാർജ് ചെയ്യുന്നത്. ഏതൊരു സാധാരണക്കാരനായ ഒരാൾക്കും ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. മെമ്മറി ട്രിക്സുകളും മൈൻഡ് പവർ മെത്തേഡുകളും ഇനി മുതൽ നമ്മുടെ ടോപ്പിക് വൈസ് എല്ലാ സെക്ഷനുകളും വരാൻ പോവുകയാണ്. അടുത്ത ദിവസമുള്ള ക്ലാസ്സുകളിൽ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കൂടി വരാൻ പോവുകയാണ്. ഓരോ ടോപ്പിക്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിത്തുടങ്ങും. അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് കാണുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പരമാവധി സുഹൃത്തുക്കൾ ഉപയോഗപ്പെടുത്തട്ടെ. നിങ്ങളെല്ലാവരെയും ഈ വിവരങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇത്രയും ചെറിയ ഫീസിന് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ടോട്ടൽ ഇതിൻ്റെ എക്സ്പെൻസിൻ്റെ ഒരു 10% മാത്രമേ ഇതാവുന്നുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ടൈമിൽ ഇത് പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തുക. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു ടോട്ടൽ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ വരണം. ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒരു വലിയ ചേഞ്ച്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും നടക്കില്ല, നിനക്കിത് ചെയ്യാൻ പറ്റില്ല, നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, നിനക്ക് പഠിപ്പിൽ വളരെ മോശമാണ്, നീ വിചാരിക്കുമ്പോഴില്ല, വെറുതെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഒരിക്കലെങ്കിലും ഒരു വിജയിയെ പോലെ നട്ടലോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ വിജയിപ്പിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനീഷ് ഫ്രം ബ്രില്യൻറ്റ് TV.